ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസാണ്. ചിലപ്പോൾ ഞാൻ ഈ സയൻസൊക്കെ പറയുന്ന സമയത്ത് ഈ 5 സയൻസും ഉണ്ടെങ്കിൽ ചില ആളുകൾ നന്നായിട്ട് വിഷമിക്കുമെന്നറിയാം. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ടീം കംപ്ലീറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ടോപ്പിക്ക് ഇതാണ്: അവൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സയൻസ്. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ഒരിക്കലും കമ്മിറ്റഡ് ആവാൻ അവൻ തയ്യാറാവത്തില്ല എന്നുള്ളതാണ്. കമ്മിറ്റ്മെൻറ്റ് അവൻ എപ്പോഴും ഒരു ഭയമായിരിക്കും, പേടിയായിരിക്കും. അത് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. രണ്ടാമത്തത്, പലപ്പോഴും നുണ പറയും. പല കാര്യങ്ങൾക്കും സത്യം മാത്രം പറയുന്ന ഒരാളായിരിക്കത്തില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളൊന്നും ഇടത്തില്ല. അവർ ഇങ്ങോട്ട് വിളിക്കാനുള്ള മുൻകൈ എടുക്കത്തില്ല. ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ഫ്രീ ആവുന്ന സമയത്ത് മാത്രമായിരിക്കും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്ന സമയത്തോ നിങ്ങൾക്ക് വിളിക്കണം എന്ന് തോന്നുന്ന സമയത്തോ ഒന്നും അവർ അവൈലബിൾ ആവത്തില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരാണ് കൂടുതൽ എഫേർട്ട് ഇടുന്നത്? നിങ്ങളാണോ അതോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണോ? അതോ രണ്ടുപേരും എഫേർട്ട് ഇടുന്നുണ്ടോ? രണ്ടുപേരും എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾ മാത്രമാണ് എഫേർട്ട് ഇടുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് അത്രത്തോളം സ്നേഹമില്ല, ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ? അങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംസാരത്തു നിന്നും പെരുമാറ്റത്തു നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈനാണ്. ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സൈൻ എന്ന് പറയുന്നത്, യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും പുള്ളിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. മെൻ്റലി കിട്ടുന്നില്ല, ഇമോഷണലി കിട്ടുന്നില്ല, ഫിനാൻഷ്യലി കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവാം, പാഷൻ ഉണ്ടാവാം, അതിനൊന്നും യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ റിലേഷൻഷിപ്പ്? എസ്പെഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളിൽ നിന്നായിരിക്കും നല്ല വാക്കുകൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുക, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഇമോഷണലി എവിടെയെങ്കിലുമൊക്കെ തളരുമ്പോൾ, വീക്കാവുന്ന സമയത്തൊക്കെ ഒരു തലോടലായി, ഒരു വാക്കുകൊണ്ടാവാം, ഒരു സ്പർശനം കൊണ്ടാവാം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കമ്മിറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, നുണ പറയുക. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് എഫേർട്ട് ഇടുന്ന കാര്യമാണ്, തീരെ എഫേർട്ട് ഇടുന്നില്ല. നാലാമത്തത്, കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അവന് സ്നേഹിക്കുന്നില്ല എങ്കിൽ ആ റിയാലിറ്റി തിരിച്ചറിയുക, അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി അവർ നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട്, ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ആ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരുന്നതാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. സന്തോഷത്തോടെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ, ആ റിലേഷൻഷിപ്പ് സ്മൂത്ത് അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ പ്രോബ്ലത്തിലാണെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ അൺഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്തായാലും റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.